ഹായ് ഫ്രണ്ട്സ്, ഷിനൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഈസിയായ മധുഹൂദാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഷിനൂസ് വേൾഡിൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിനായി ഫസ്റ്റ് നമുക്ക് ചിക്കൻ മാഗ്നേറ്റ് ചെയ്തെടുക്കാം. അതിനായി ഒരു പാത്രം ഞാൻ അടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കിയത് ഇട്ട് ചേർക്കുന്നുണ്ട്. 1/2 കിലോ ഉള്ളൂ ചിക്കൻ. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും. അതിലേക്ക് മാഗി ചിക്കൻ ക്യൂബ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരെണ്ണം ഇട്ട് കൊടുക്കുന്നുള്ളൂ, ഒന്ന് റൈസിലിടാനാണ്. അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് മിക്സ് ചെയ്യാൻ നമുക്ക് അതിലേക്ക് മുളക് പൊടി ഒരു 1/2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂൺ മതിയാവും. അപ്പോൾ 1/2 സ്പൂൺ മുളക് പൊടി ഇട്ട് 1/4 സ്പൂണ് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് അറബിക് മസാലയാണ്, അതൊരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് വെക്കണത് കാരണമാണ് കുറച്ച് ഇടുന്നത് മസാലകളൊക്കെ. നിങ്ങൾ എത്ര വെക്കണമെങ്കിൽ അതിൽ കൂടുതലാക്കി ഇടുക, ഇടുന്നതിന് കൂടുതലാക്കിയിട്ട്. പിന്നെ ഞാൻ ഉപ്പിട്ട് കൊടുത്ത് ആവശ്യത്തിന്. പിന്നെ 2 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി നമുക്ക് ഇളക്കി കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കിയിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴത്തേക്കും നല്ല റെഡിയായി വരും. പിന്നെ ഞാൻ വിട്ടുപോയതാണ്, തൈര് ഒഴിച്ച് കൊടുക്കണം. 2 സ്പൂൺ തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഇട്ട് ഇളക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. തൈര് ഒഴിച്ചാൽ നല്ല സ്മൂത്തായിട്ട് വരും, അതിനാണ്. അപ്പോൾ നമുക്ക് ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിൽ ഞാനിതാ കുറച്ച് മല്ലി, പച്ചമല്ലി, ഏലക്ക, ഗ്രാമ്പു, പട്ട, ബേ ലീഫ്, കുരുമുളക് എടുത്തിട്ടുണ്ട്. ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കടായി അല്ല, കുക്കറാണ്. കുക്കറിലാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അതിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 2 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് മൂത്ത് വരട്ടെ, അതിനൊന്ന് ഇളക്കി കൊടുക്കാം. അത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു സവാള, ചെറിയ മീഡിയം സവാളയാണ് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം സവാള. അപ്പോൾ ഞാൻ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ 3/4 കിലോ അരി എടുത്തിട്ട് വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിട്ടുണ്ട്. എല്ലാ ബസ്മതി റൈസാണ്. അത് ഞാൻ കുതിർത്താൻ വെച്ചിട്ടുണ്ട്. അധികം നേരമൊന്നും വേണ്ട, ഒരു അരമണിക്കൂർ കുതിർത്താൻ വെച്ചിട്ടുള്ളൂ. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. പിന്നെ ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി ഇളക്കിയതിന് ശേഷം ഒരു 1/4 സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇടുക, ഒരു മണത്തിന്. അതിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിട്ടിട്ട് നമുക്ക് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ക്യാപ്സിക്കം അത് മുറിച്ച് ഇട്ട് കൊടുക്കാം. ചെറുതായി കഷ്ണങ്ങളായി അരിഞ്ഞിട്ട് അതിലൊരു ചെറിയൊരു റെഡ് കളർ ക്യാപ്സിക്കം ഉണ്ട്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കളർഫുള്ളായിക്കോട്ടെ ഇട്ട് കൊടുത്തതാണ്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇളക്കി കൊടുത്തതിന് ശേഷം 4 പച്ചമുളക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കാം. അതിനിടയിൽ മാഗി ചിക്കൻ ക്യൂബ് ഒരെണ്ണം ഞാൻ ചിക്കൻ മസാല പുരട്ടിയിട്ടുള്ളൂ, ഒന്ന് ഞാൻ റൈസിലിടാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. കൂടുതൽ 1.5 കിലോനൊക്കെ വെക്കണവർക്ക് കൂടുതൽ സാധനങ്ങൾ ചേർത്തിയാൽ മതി. 2 തക്കാളി അരിഞ്ഞത്, പൊടിയായി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം 1 സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് ഇട്ട് കൊടുക്കുക. സോസല്ല, കെച്ചപ്പാണ്. അത് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അത് ഇട്ടിട്ട് ഇളക്കിയതിന് ശേഷം അറബിക് മസാല 1 സ്പൂൺ ഇതിലിട്ട് കൊടുക്കുക. പിന്നെ നന്നായി ഇളക്കി നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, എല്ലാം കറക്റ്റാണ്. ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു പാത്രം അരിക്ക് 1.5 പാത്രം അരിയാണ്, വെള്ളമാണ് അളവ്. അപ്പോൾ ഞാൻ അപ്പോഴത്തേന് ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ ചിക്കൻ ഒന്ന് ഹാഫ് വേവായിട്ട് കുക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇത് നന്നായി വേവണമെന്നില്ല, ഇത് പകുതി വെന്തിട്ട് നമുക്ക് ചോറിൽ അരിയിൽ തിളക്കണ വെള്ളത്തിലിടേണ്ടതാണ്. അപ്പോൾ ഒന്ന് ഇങ്ങനെ ആകുമ്പോൾ മറ്റേ ചിക്കനൊന്നും ഉടഞ്ഞു പോവില്ല, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹാഫ് കുക്കായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോറിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് 1.5 പാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 കപ്പാണെങ്കിൽ 1.5 കപ്പ് വെള്ളം, 1 കപ്പ് അരിയാണെങ്കിൽ 1.5 കപ്പ് വെള്ളമാണ്. അപ്പോൾ ഞാനത് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇട്ട് ഇനി ചിക്കന്
പകുതി വേവായിട്ടുണ്ട്. അതിന് നമുക്കിതിൽ പൊരിച്ചത് അത് എടുത്ത് നമുക്ക് ഫ്രൈ ചെയ്ത് ഇതിലെടുത്ത് ഇട്ട് കൊടുക്കാം. 1 മിനിറ്റ് അത് എടുത്തിട്ട് ഇട്ടതാ പൊരിച്ചത് ഇതിൽ കൊടുക്കുന്നുണ്ട്. അധികം വെന്തിട്ടില്ല, ഹാഫായിട്ട് വെന്തിട്ടുള്ളൂ. അതിട്ടിട്ട് ഉപ്പൊക്കെ കറക്റ്റാണ് നോക്കി മൂടി വെക്കാം. 2 വിസിൽ വന്നു. ചിക്കനൊക്കെ നന്നായി വെന്ത് മസാലയൊക്കെ പിടിച്ച് അടിപൊളിയായി വെന്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. വിളമ്പി കാണിച്ചു തരാം. ചിക്കൻ്റെ കാല് തെറിച്ച് പോണതാ. നന്നായി വെന്തിട്ടുണ്ട്, നല്ല ടേസ്റ്റിയാണ്, നല്ല രുചിയുള്ള മദൂദാണ്, ചിക്കൻ മദൂദ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. സിമ്പിൾ റെസിപ്പിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. കണ്ടില്ലേ, ഇറച്ചിയൊക്കെ കണ്ടില്ലേ, നന്നായി വെന്തുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക.